കോയമ്പത്തൂർ ആര്യ വൈദ്യ ഫാർമസി സ്ഥാപകൻ PV രാമവാര്യയുടെ മകള് കൊല്ലപ്പെട്ട നിലയിൽ. കോയമ്പത്തൂരാണ് ഈ സംഭവം. ആര്യ ഫാർമസി തമിഴ്നാട്ടിലും കേരളത്തിലും വളരെ പ്രശസ്തമാണ്. അതിൻ്റെ സ്ഥാപകൻ PV രാമവാര്യയുടെ മകളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട് കാണുന്നത്. അവരുടെ മകൻ അവരുടെ ഭർത്താവ് ഡോക്ടർ ഗോപാലൻകുട്ടി നേരത്തെ മരിച്ചുപോയി. ഇപ്പം കൊല്ലപ്പെട്ട മകള് കസ്തൂരി ജി കുട്ടി എന്നാണ് അവരറിയപ്പെടുന്നത്. കസ്തൂരി ജി കുട്ടിക്ക് 82 വയസ്സ് പ്രായമുണ്ട്. അവരുടെ മകൻ വിദേശത്താണ്. അദ്ദേഹം സ്ഥിരമായിട്ട് വിദേശത്താണോ എന്ന് നമുക്കറിയില്ല. എങ്കിലും അദ്ദേഹം ഡോക്ടർ രാംകുമാറാണ്, വിദേശത്താണ് അദ്ദേഹം ഇപ്പോൾ സംഭവം നടക്കുമ്പോൾ. ഇവരുടെ വീട്ടില് ജോലിക്കാരിയായി ഒരു സ്ത്രീയുണ്ട്, സുർജ, 38 വയസ്സ്, നേപ്പാളിയാണ്. ആ വീട്ടില് ഈ ജോലിക്കാരിയെ ലഭിച്ചത് അവിടുത്തെ സപ്ലൈ ചെയ്യുന്ന സ്ത്രീകളെയും മറ്റും ജോലിക്കാരെയൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ഓഫീസിൽ നിന്ന് 4-5 മാസം മുമ്പാണ് ഈ സുർജ എന്ന നേപ്പാളുകാരിയെ കൊടുത്തത്. 4-5 മാസമായിട്ട് അവർ ആ വീട്ടിലെ ഈ അമ്മ 82 വയസ്സുള്ള രാമവാര്യയുടെ മകളെ നോക്കിക്കൊണ്ടിരുന്നു. മകൻ വിദേശത്തായപ്പോൾ ഇവർ തനിച്ചാണ്. ഇന്നലെ പതിപോലെ എല്ലാ ദിവസവും രാവിലെ അവരുടെ സിംഗനെല്ലൂരിലുള്ള മകള് അമ്മയെ വിളിക്കും. മകളെ കല്യാണം കഴിച്ച് കോയമ്പത്തൂർ സിംഗനെല്ലൂരിലാണ് താമസിക്കുന്നത്. രാവിലെ പതിവ് പോലെ വിളിച്ചപ്പം ഫോൺ എടുക്കുന്നില്ല. കുറേ വിളിച്ചപ്പം ഫോൺ എടുക്കാത്ത എന്തെന്ന് അയൽവക്കത്തുള്ളവരെ വിളിച്ചറിയിച്ചു. അവര് അയൽവക്കത്തുള്ളവർ ഈ വീട്ടിൽ പോയി നോക്കിയപ്പോൾ ബെഡിൽ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടു. പോലീസെല്ലാം കൃത്യമായിട്ട് വന്നു. അവരുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു മാല നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ വായില് പ്ലാസ്റ്റർ ഇട്ട് വാ അടച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ശ്വാസം മുട്ടി ആകാനുള്ള സാധ്യതയുണ്ട്. മൂക്ക് ചേർത്തായിരിക്കാം ചിലപ്പോൾ പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തുണി കൊണ്ട് കൈകൾ രണ്ടും പിന്നിലേക്ക് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു മൽപ്പിടുത്തം നടക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിളിക്കാതിരിക്കാൻ പ്ലാസ്റ്റർ വായിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഉറക്കത്തിലാകാനുള്ള സാധ്യതയും കൂടുതലാണ്. പോലീസ് അവിടെ ഈ കാർത്തിക്, അവിടുത്തെ കമ്മീഷണർ അവിടെ എത്തി, ഡെപ്യൂട്ടി കമ്മീഷണറും പോലീസ് സംഘവും എല്ലാം എത്തി. അപ്പോഴ വീടിൻ്റെ പരിസരവും ഒക്കെ CCTV ദൃശ്യം നോക്കി. ഇത് കൃത്യമായി നല്ല സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ്. കോയമ്പത്തൂർ രാമനാഥപുരത്ത് നഞ്ചുണ്ടപുരം എന്ന സ്ഥലമുണ്ട്. അവിടെ പാഴ്സൺ നെസ്ലയുടെ വക നല്ല ഫ്ലാറ്റുകളുള്ള, വില്ലകളുള്ള ഒരു ഏരിയയാണ്. അവിടെയാണ് പാഴ്സൺ നെസ്ലയിലെ ഒരു വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അവിടെ കസ്തൂരി ജി കുട്ടി എന്ന 82 വയസ്സുകാരിയെ നോക്കാനായിട്ട് ഈ നേപ്പാളുകാരി മാത്രമേ ഉള്ളൂ. എന്തായാലും ശ്വാസം മുട്ടിയായിരിക്കണം കൊന്നതെന്ന് കരുതുന്നു. ഒരു മാല മോഷണം പോയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ചില സാധനങ്ങളെല്ലാം കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു എന്നും കാണുന്നുണ്ട്. CCTV ദൃശ്യം നോക്കിക്കഴിഞ്ഞപ്പോൾ 12:20 3 പേര് മതിൽ ചാടി വരുന്ന ദൃശ്യം പോലീസ് കണ്ടു. അതിനുശേഷം 12:56 ഏകദേശം അരമണിക്കൂർ ഉള്ളിൽ അവർ 3 പേരും മതിൽ ചാടി പുറത്തേക്ക് പോകുന്നതും കാണാം. അവരുടെ ഒപ്പം വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന 38 വയസ്സുകാരി, നല്ല ആരോഗ്യമുള്ള സ്ത്രീയാണ്, സുർജ എന്ന അവളും മതിലടി അവരുടെ ഒപ്പം പോകുന്ന കാണാം. കുറെ സാധനങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. മതിലടി പോകുമ്പോൾ മാല മാത്രമല്ല എന്ന് മനസ്സിലായി പോലീസിന്. ഇവർ നേപ്പാളുകാരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും മകള് എല്ലാ ദിവസവും രാവിലെ വിളിക്കുന്ന പോലെ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ ഫോൺ എടുക്കാത്തതാണ് സംശയം തോന്നാൻ കാരണം. മറ്റൊരു മകളുണ്ട്, സുശീല എന്നൊരു മകള് ഇവർക്കുണ്ട്. അവരും കല്യാണം കഴിച്ച് വേറെ താമസിക്കുകയാണ്. കേരളത്തിലൊക്കെ ധാരാളം ശാഖകളുള്ള ഒരു വൈദ്യശാലയാണ് ആര്യ വൈദ്യ ഫാർമസി. തിരുവനന്തപുരത്തുമുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഇവരുണ്ട്.
കോട്ടക്കൽ വൈദ്യശാല പോലെ തന്നെ വളരെയധികം ആൾക്കാർ ഇവരെ ആശ്രയിക്കുന്നുണ്ട്. ഏതായാലും ഇവരുടെ ഭർത്താവ് ഡോക്ടർ ഗോപാലൻ കുട്ടി നേരത്തെ മരിച്ചു പോയിരുന്നു. ഇവർക്കിപ്പോൾ 82 വയസ്സുണ്ട്. ഏതായാലും നേപ്പാളുകാർ കേരളത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും വളരെയധികം ഗ്യാങ്ങുകളായിട്ട് വന്ന് ഓപ്പറേഷൻ ചെയ്ത് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാവില്ല ഒരു സംഭവം കേരളത്തിലുണ്ടായി. അത് 80 പവനോളം മോട്ടിച്ചുകൊണ്ട് പോയി നേപ്പാളുകാർ. അത് പശുവിനെ നോക്കാനായിട്ട് നീലേശ്വരത്ത് ഒരാള് നേപ്പാളുകാർ ഒരു ഫാമിലി ഭാര്യയും ഭർത്താവിനെയും അവരെ പശുവിനെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നു. അവര് ഒരു നേപ്പാൾ ഫാമിലിയാണ്. ചക്രരാഹി എന്ന് പറഞ്ഞ ഒരാളും അയാളുടെ ഭാര്യ ഇഷ ചൗധരി, ഇവർ രണ്ടുപേരുമായിരുന്നു ആ വീട്ടിൽ പശുവിനെ നോക്കിക്കൊണ്ടിരുന്നത്. കുറേ നാളുകളായി ഒരു പശുവിനെ നോക്കുന്നു. വീട്ടുടമസ്ഥനും ഭാര്യയും വീട് പൂട്ടി അവര് വെളിയിൽ പോയി. അടുത്ത ദിവസമാണ് മടങ്ങി വരുന്നത്. ആ ദിവസം രാത്രിയിൽ ആ വീട്ടിലെ അവർ CCTV ദൃശ്യം നോക്കിക്കഴിഞ്ഞപ്പം ഇവര് ആ വീട്ടിലെ മുൻവശം വാതില് തല്ലിപ്പൊളിക്കുന്നു 3-4 പേര്. അതിനുശേഷം ഇവരെല്ലാവരും ആ വീടിനകത്ത് കയറി അവർ ഏകദേശം 80 പവനോളം ഉണ്ടായിരുന്നു സ്വർണം മോഷ്ടിച്ചു. ഏകദേശം 80 പവൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ വിലയനുസരിച്ച് എങ്ങനെ പോയാലും 80 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയുള്ള സ്വത്തുക്കൾ. ഒരു വർഷമായി ഈ സംഭവം നടന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ ബാംഗ്ലൂരിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നെങ്കിലും കേസിന് തുമ്പുണ്ടായില്ല എന്നാണ് പറയുന്നത്. അവര് ആ സംഭവത്തിന് ശേഷം മോഷണം നടത്തിയ ശേഷം ഒരു ഓട്ടോയിൽ അവര് 3-4 പേര്, ഈ സ്ത്രീയും ഭാര്യയും ഭർത്താവും അവർ 2-3 പേരും ഒരു ഓട്ടോയിൽ നീലേശ്വരം വരെ പോകുന്നത് കണ്ടു. അതിനുശേഷം അവിടുന്ന് മാംഗ്ലൂർ പോയിട്ടുണ്ടാവണം. അതിൽ ബന്ധപ്പെട്ട ഒരാൾ ബാംഗ്ലൂരുണ്ട്. അയാളെ പോലീസ് സംശയിച്ചു കൊണ്ടുവന്ന് ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചു എന്നാണ് മനസ്സിലാകുന്നത്. നേപ്പാളുകാർ പലരും നല്ല കള്ളന്മാരും മോഷണം നടത്തുന്നവരും കൊല്ലാൻ മടിയില്ലാത്തവരുമാണ്. കേരളത്തിൽ പല സ്ഥലത്തും ഇതുപോലുള്ള സംഭവങ്ങൾ ധാരാളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില നേപ്പാളുകാർ കൃത്യമായിട്ട് പലരെയും വർഷങ്ങളായിട്ട് ചില വീടുകളിൽ ജോലിക്കാരായിട്ട് നിൽക്കുന്നുണ്ട്. അവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങൾ നോക്കുന്ന ധാരാളം വീടുകൾ കേരളത്തിലുണ്ട്. എങ്കിലും ഈ പുതിയ തലമുറയിൽപ്പെട്ടവരും അല്ലെങ്കിൽ നേപ്പാളുകാർ പൊതുവായി കേരളത്തിൽ പല സ്ഥലത്തും വന്ന് ഇതുപോലെ മർഡറും അങ്ങനെയുള്ള മോഷണങ്ങളും നടത്തി പോകുന്നതുകൊണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധാലുവായിരിക്കണം. കാരണം നല്ല വർഷങ്ങളായിട്ട് പരിചയമുള്ള ചില ആൾക്കാരൊക്കെ അവരുടെ മക്കളും കൊച്ചുമക്കളും വരെ കേരളത്തിൽ ഒരേ വീട്ടിലും അവരുടെ കുടുംബങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നതൊക്കെ കോട്ടയം ഭാഗത്ത് ധാരാളം പേരെ കണ്ടിട്ടുണ്ട്. എങ്കിലും ഇതേപ്പറ്റി തീർച്ചയായിട്ടും കേരളത്തിലുള്ളവർ കുറച്ചുകൂടെ സൂക്ഷിക്കണം. കാരണം മറ്റ് സംസ്ഥാനത്ത് നിന്ന് ധാരാളം കള്ളന്മാർ വന്ന് ഇവിടെ നിന്ന് മോഷണം നടത്തുന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ ആളെ കൊന്നിട്ട് പോകുന്ന നേപ്പാളുകാരുടെ ഗാങ്ങാണ് കുറച്ചുകൂടെ ഡേഞ്ചറസ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം എല്ലാവരും. കാരണം കഴിവുള്ളിടത്തോളം അവരെ നിർത്താതെ, കാര്യം പരിചയം ഇല്ല, അപരിചിതരായ ഇവർ കേരളത്തിൽ വന്ന് അവർ ജോലി കൊടുക്കുന്നിടത്തൊക്കെ പോയി അവരെ പേര് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ അവർ പല വീടുകളിലെത്തും. എങ്കിൽ തന്നെയും അവർ വീട്ടിൽ നിൽക്കുന്നത് റിസ്ക്കാണ്. കാരണം അവർ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് അവർ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല സന്ദർഭത്തിലും അവർ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ട് ഈ വീട്ടിൽ ആളില്ലാത്ത സന്ദർഭം നോക്കി മോഷണം നടത്തുകയും ആളുണ്ടെങ്കിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊന്നിട്ട് പോകുന്ന രീതിയിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പോഴേ ഈ സംഭവം ആര്യ വൈദ്യ ഫാർമസി ഉടമസ്ഥൻ്റെ മകളുടെ കൊലപാതകം, അത് നേപ്പാളുകാരാണ്. അവിടെ നിന്ന സ്ത്രീയുടെ കെയർ ഓഫിൽ വന്നവരാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള കൊലപാതകം നടത്തി ആഭരണങ്ങളും സ്വത്തുക്കളും അടിച്ചുകൊണ്ട് പോകുന്നതിൽ അവർക്കൊന്നും യാതൊരു മനസ്താപവും ഇല്ലാത്ത ആൾക്കാർ തന്നെ. നേപ്പാളിൽ ഇതുപോലെയുള്ള ചില ഗാങ്ങുകൾ ചില ഈ ഏരിയകളിലെ മോഷണം മാത്രം തൊഴിലാക്കി ജീവിക്കുന്നവർ ഇന്നുമുണ്ട്. പക്ഷേ കാലാകാലങ്ങളായിട്ട് കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം സെക്യൂരിറ്റി നിൽക്കുന്നത് ഇവരാണ്. രാത്രി നമുക്കറിയാം, നമ്മുടെ വീടിൻ്റെ അടുത്ത് വിസിലടിച്ചു പോകുന്ന ധാരാളം നേപ്പാളുകാർ ഇപ്പോഴുമുണ്ട്. അവരൊക്കെ രാത്രി ഉറക്കമില്ല, രാത്രിയിൽ അവർ
ഡ്യൂട്ടി ചെയ്യുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാരും. പകൽ പോയി കിടന്നുറങ്ങും. ഇപ്പോഴും തിരുവനന്തപുരത്തെ എൻ്റെ വീടിൻ്റെ പരിസരത്തൂടെ ഒരു ഗൂർഖ പോകുന്നുണ്ട്. അവരെ നമ്മൾ ഗൂർഖ എന്നൊക്കെയാണ് വിളിക്കുന്നത്. നേപ്പാളുകാരാണ്. അങ്ങനെയുള്ള ഗൂർഖയുടെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഈ കൊലപാതകം തീർച്ചയായിട്ടും അത് നേപ്പാളിൽ നിന്ന് വന്നൊരു ഗാങ്ങാണ്. അവരെ കൊന്നത് രാഷ്ട്രോട്ടിച്ചെങ്കിലും ശ്വാസം മുട്ടി ആയിരിക്കണം. 82 വയസ്സുള്ള സ്ത്രീയാണ്. പ്രതിരോധിക്കാൻ ഒട്ടും ശക്തിയില്ലാത്ത സ്ത്രീയാണ്. അതിന് യാതൊരു സംശയമില്ല. ഒറ്റയ്ക്ക് ഇതുപോലെയുള്ള താമസിക്കുന്ന സാമ്പത്തികമുള്ളവരൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ പല സ്ഥലങ്ങളിലുണ്ടെങ്കിൽ കഴിവുള്ളിടത്തോളം മലയാളികളെ നിർത്തുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതമെന്ന് കരുതുന്നു. അല്ലാത്തതെല്ലാം റിസ്ക്കാണ്. മലയാളികളെ ഏതായാലും വളരെ ചുരുക്കം റയറായിട്ട് മാത്രമേ ഇതുപോലുള്ള കുറ്റങ്ങൾ ചെയ്യുന്നവരുള്ളൂ. അതും പരിചയമില്ലാത്തവരൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പൊതുവെ ഇങ്ങനെയുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന സാമ്പത്തികമുള്ള ആഭരണങ്ങളൊക്കെ ധരിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ ആഭരണങ്ങൾ പണവും ധാരാളം വീട്ടിൽ സൂക്ഷിക്കുന്നവരൊക്കെ കഴിവുള്ളിടത്തോളം അല്പസ്വല്പം പണം കൂടുതൽ ചിലവാക്കിയെങ്കിലും കഴിവുള്ളിടത്തോളം നല്ല വിശ്വസ്തതയുള്ള ആൾക്കാരെ തന്നെ, പരിചയമുള്ള അടുപ്പമുള്ള ആൾക്കാർ ഇത് ജോലിക്ക് തയ്യാറാകാൻ വരുന്നവരെ തന്നെ നിയമിക്കുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ കരുതുന്നു.